കൊച്ചിയിൽ നടിയെ ആക്രമിക്കപ്പെട്ടിട്ട് നാളേക്ക് 9 വർഷമാവുകയാണ്. ഈ സാഹചര്യത്തിൽ നടിക്ക് ഐക്യദാർഢ്യവുമായി WCC നാളെ കോഴിക്കോട്, എറണാകുളം, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ കൂട്ടായ്മ സംഘടിപ്പിക്കും. കോഴിക്കോട് മാനാഞ്ചിറയിലും തിരുവനന്തപുരം മാനവീയം വീഥിയിലും എറണാകുളം മറൈൻ ഡ്രൈവിലും ഐക്യദാർഢ്യ സദസ്സ് നടത്തുകയും ചെയ്യും. ഗോപാൽ സനലാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. ഗോപാൽ, 9 വർഷം പിന്നിട്ടിട്ടുണ്ട് ഇത്ര വലിയൊരു ക്രൂരത നടന്നിട്ട്. നമുക്കറിയാം, ഒരു വിധി വന്നിതാ മാസങ്ങളാകുന്നതേയുള്ളൂ. പക്ഷേ അവൾക്കൊപ്പം, അതിജീവിതയ്ക്കൊപ്പം തന്നെയാണ് ഈ നാടല്ലേ? തീർച്ചയായിട്ടും വിനീത, അതിജീവിതയ്ക്കൊപ്പം തന്നെയാണ് ഈ നാട്, അതിജീവിതയ്ക്കൊപ്പം തന്നെയാണ് വിമൻ ഇൻ സിനിമ കളക്റ്റീവ് അഥവാ WCC എന്ന സംഘടന എന്ന് കൂടി അവർ ഒരിക്കൽ കൂടി ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഐക്യദാർഢ്യ സദസ്സ് നാളെ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. 2017 ഫെബ്രുവരി 17 അതൊരു ഇരുണ്ട ദിവസമായിരുന്നുവെന്നും ആ ഇരുണ്ട ദിവസത്തിൽ തന്നെയാണ് അതിജീവിത, അതായത് അതിക്രമം നേരിട്ട നടി, താൻ ഇതിനെതിരെ പ്രതികരിക്കാൻ വേണ്ടി കൂടി തയ്യാറായത്. അതുകൊണ്ട് തന്നെ ആ ഇരുണ്ട ദിവസത്തിനപ്പുറത്തേക്ക് അതൊരു ആത്മാഭിമാനത്തിൻ്റെയും വിപ്ലവത്തിൻ്റെയും ദിവസം കൂടിയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു കുറിപ്പോടെയാണ് വിമൻ ഇൻ സിനിമ കളക്റ്റീവ് ഫേസ്ബുക്കിൽ ഇത്തരത്തിൽ തങ്ങളുടെ ഐക്യദാർഢ്യ പരിപാടിയെക്കുറിച്ചുള്ള പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. അതിജീവിത അതിക്രമം നേരിട്ടതിൻ്റെ 9ാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഒരു പരിപാടി സംസ്ഥാനത്തുടനീളം നടത്തുന്നത്. തിരുവനന്തപുരത്ത് മാനവീയം വീഥിയിലും എറണാകുളത്ത് മറൈൻ ഡ്രൈവിലും കോഴിക്കോട് മാനാഞ്ചിറയിലുമാണ് ഇത്തരത്തിൽ മെഴുകുതിരികൾ കത്തിച്ചുകൊണ്ട് നാളെ വൈകുന്നേരത്ത് ഒരു ഐക്യദാർഢ്യ സദസ്സ് എന്നോണം WCC ഒരു പരിപാടി സംഘടിപ്പിക്കും. ശരി ഗോപാൽ, ശീലാസനൽ വിശദാംശങ്ങൾ നൽകിയത്. ഒപ്പം ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കട്ടെ. കഴിഞ്ഞ ദിവസം ആശി ജോസഫ് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, PT കുഞ്ഞു മുഹമ്മദിനെതിരെ പരാതി നൽകി അവർ മാധ്യമങ്ങൾക്ക് മുൻപിലെത്തി കാര്യങ്ങൾ വെളിപ്പെടുത്തിയ സമയത്ത് പറഞ്ഞു, നാളെ നടിയെ ആക്രമിച്ച കേസിന്റെ 9ാം വർഷമാണ്. അതിനൊപ്പം തന്നെ അവർ അതിജീവിതയ്ക്കൊപ്പം എന്ന പേരിൽ ക്യാമ്പയിനുകൾ, അതിജീവിതയ്ക്കൊപ്പം എന്ന നിലപാടെടുത്തുകൊണ്ട് ക്യാമ്പയിന് തുടങ്ങുകയാണ്. ഇത്തരത്തിൽ അതിജീവിതമാർക്ക് വേണ്ടുന്ന സഹായം, ഇത്തരം വെളിപ്പെടുത്തലുകൾ അതൊക്കെ തന്നെ ഏറെയും നിർണായകമാകും. തുടർന്നുള്ള ദിവസങ്ങളിലും അവർക്കൊപ്പം പിന്തുണ നൽകിക്കൊണ്ട് അത്തരമൊരു ക്യാമ്പയിനും തുടക്കം കുറിക്കുന്നു എന്നാണ് ആശി ജോസഫ് പറഞ്ഞത്. ഏതായാലും നാളെ 3 ഇടങ്ങളിൽ WCC തന്നെ അവൾക്കൊപ്പം എന്ന പേരിൽ പരിപാടി സംഘടിപ്പിക്കുകയാണ്.